ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയപ്പോഴേക്കും കോള് വന്നു. അപ്പോൾ താഴത്ത് വന്ന് നോക്കിയപ്പോൾ ഉമ്മയും വാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ് അവർ വന്നു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവർ പുതിയ സ്റ്റഡി ടേബിളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് അവർക്കുള്ള ജ്യൂസ് റെഡിയാക്കായിരുന്നു. അപ്പോൾ മാംഗോ ജ്യൂസാണ് കേട്ടോ അടിച്ചത് ഞാൻ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കിയതിന് ശേഷം ഞാൻ അവർക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ അവരൊക്കെ ജ്യൂസും സ്നാക്സൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പനിയന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് വന്നത്. അങ്ങനെ കൊണ്ടുവച്ച സ്വീറ്റ് പൊറോട്ട ഞാൻ തന്നെയാണ് കഴിക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്വീറ്റ് പൊറോട്ട. അപ്പോൾ അവരുടെ മുന്നിൽ നമുക്ക് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ തന്നെ അതെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് പ്ലാൻ ഇട്ടു പാർക്കിൽ പോവാം. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, KS പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവാന്ന് പ്ലാൻ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോയി. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇനി എന്നിട്ട് വേണം താഴെ പോയിട്ട് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ പെട്ടെന്ന് പോയിട്ട് രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ കാറിൽ കയറിയതിന് ശേഷം ഇവിടെ ഒരാള് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ടാറ്റ പോകാനായിട്ട്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാള് കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളുടെ വർത്താനങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എങ്ങടാണാവോ പോണേ, എങ്ങടാണാവോ എന്നെ കൊണ്ടുപോണേ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കണേ. അങ്ങനെ ഇതാണ് പാർക്ക്. അപ്പൊ ഞങ്ങള് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ പാർക്ക് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന പാർക്കാണ്. അതുകൊണ്ട് എൻട്രി ഫീസോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മണിക്ക് ശേഷമൊക്കെയാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് സീനറീസ് ഉണ്ട് കാണാനായിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകളുണ്ട്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ. തന്നെ കണ്ടില്ല എത്ര ഭംഗിയായിട്ട് അവർ വെട്ടി നിർത്തിയേക്കണത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ സൈദീനെയും കൊണ്ടിട്ട് ആദ്യമായിട്ടാട്ടോ പാർക്കിൽ വരുന്നത്. അപ്പോൾ ആൾക്ക് അതൊക്കെ കണ്ടിട്ട് എന്തോ ഭയങ്കര ഒരു സംഭവമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുള്ളിച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ്. ഈ സ്ഥലം അമ്മ എനിക്ക് പടം സ്ഥലം ഉണ്ടായിരുന്നു. അതെവിടെയായിരുന്നു? KS പാർക്കിൽ. ഓഹോ സൈദി ഇങ്ങോട്ട് നോക്കിയേ. ഓടിയോ േടാ ഇതി സൈദി ഇഷ്ടയാ. അയ്യോ ഇത്ര ചെറുതില്ല. അയ്യോ ഓ
ഔട്ട്ഡോർ ഗെയിംസ് മാത്രമല്ല ഇൻഡോർ ഗെയിംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേ ഈ ഫുട്ബോളിൻ്റെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് കുറച്ച് പേര്. പിന്നെ ടേബിൾ ടെന്നീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് ഒരു ഹോട്ടലുണ്ട് ചെറുതായിട്ട്. ഐസ്ക്രീം അങ്ങനെ മസാല ദോശയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ മസാല ദോശ കഴിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അവർ നേരെ പിടിക്കുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇരിങ്ങാലക്കുട വീനസിലോട്ട് പോയിട്ട് അങ്ങനെ ദേ ഹോട്ടലിലൊക്കെ കയറി കൈയൊക്കെ വാഷ് ചെയ്ത് ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പൊറോട്ടയും മുട്ടക്കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐതി പൊറോട്ടയുടെ ആളായതുകൊണ്ട് അവൻ പൊറോട്ടയും മുട്ടക്കറിയാണ്, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഹോട്ടലിൽ കയറിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അത് തന്നെ ഓർഡർ ചെയ്ത് വേറെ ഒന്നും മേടിക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മസാല ദോശയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ താരം എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് ആയിരുന്നു കേട്ടോ. കാപ്പി നല്ല ചൂടുള്ള കാപ്പിയാണ്, പക്ഷെ പുറത്ത് എവിടെ തൊട്ടാലും ചൂടേ ഇല്ല കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.